സ്റ്റാഫ് നേഴ്സസ് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കേരള PSCയുടെ കൺഫർമേഷൻ കൊടുക്കേണ്ട തീയതി ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ. അതിനുള്ളിൽ കൺഫർമേഷൻ കൊടുത്ത് തീർക്കുക. ആരെങ്കിലും കൺഫർമേഷൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് 10-ാം 11-ാം ആണ്. അതിനുള്ളിൽ കൺഫർമേഷൻ ചെയ്യാനുള്ള ഡേറ്റ് കഴിയും. അപ്പോൾ അതിനുള്ളിൽ കൺഫർമേഷൻ കൊടുക്കുക. 2-3 ദിവസമേ ഉള്ളൂ. കാര്യം മറക്കരുത്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഇങ്ങനെ മുന്നിൽ വന്ന് പറഞ്ഞത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. First question, client with a diagnosis of HPV is at risk for which of the following? Options: Hodgkin's lymphoma, cervical cancer, multiple myeloma, ovarian cancer. HPV client with diagnosis of HPV, human papilloma virus. Human papilloma virus affect ചെയ്യുന്ന sexually transmitted disease ആണ്. ത്രൂ സെക്ഷൽ വേയിലാണ് ഇത് പകരുന്നത്. സോ സെർവിക്കൽ ക്യാൻസർ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. HPV, ഹ്യൂമൻസ് വിത്ത് HPV ഈസ് അറ്റ് റിസ്ക് ഫോർ സെർവിക്കൽ ക്യാൻസർ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നാണ് ഫുൾ ഫോം. സോ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫിസിഷ്യൻ ഹാസ് പ്രിസ്ക്രൈബ്ഡ് പാൻഡോപ്രസോൾ ഫോർ എ ക്ലൈൻറ്റ് വിത്ത് എറോസീവ് ഗ്യാസ്ട്രൈറ്റിസ്. ദ നേഴ്സ് ഷുഡ് അഡ്മിനിസ്റ്റർ ദ മെഡിക്കേഷൻ. ഓപ്ഷൻസ്: 30 minutes before a meal, with each meal in single dose at bedtime, 30 minutes after meals. So here the correct answer is 30 minutes before a meal. പാൻഡോപ്രസോൾ എന്ന് പറയുന്നത് ഒരു പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ ആണ്. പാൻഡോപ്രസോൾ, ഒമേപ്രസോൾ തുടങ്ങിയ ടാബ്ലറ്റ്സുകളൊക്കെ നമ്മൾ ഭക്ഷണത്തിന് അരമണിക്കൂർ മുന്നെയാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു മെഡിസിൻ നേഴ്സ് ഭക്ഷണത്തിന് മുന്നെയാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലാസ്റ്റ് സെൻസ് ഓഫ് എ ഡൈയിങ് ക്ലൈൻറ്റ് വിൽ ലൂസ്. ഓപ്ഷൻ: സ്മെൽ, ഹിയറിംഗ്, ടേസ്റ്റ്, സൈറ്റ്. കറക്റ്റ് ആൻസർ ഹിയറിംഗ് ആണ്. ദ ലാസ്റ്റ് സെൻസ് ഓഫ് എ ഡൈയിങ് ക്ലൈൻറ്റ് ഈസ് വിൽ ലോസ് ഈസ് ഹിയറിംഗ്. ഇപ്പോൾ ഹിയറിംഗ് പെട്ടെന്ന് നഷ്ടപ്പെടില്ല എന്ന് പറയുന്നത് ലാസ്റ്റ് സമയത്താണ് നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ഒരു അൺകോൺഷ്യസ് ആയി കിടക്കുന്ന പേഷ്യൻസിനാണെങ്കിലും മരിച്ച പേഷ്യൻസിൻ്റെ ആണെങ്കിലും അടുത്ത് പോയിട്ട് ഉറക്കെ സംസാരിക്കരുതെന്ന് പറയുന്നത്. അവർക്ക് കേൾക്കാനുള്ളൊരു ചാൻസ് അവിടെ ഉള്ളതുകൊണ്ടാണ്. മരണത്തിലേക്ക് പോകുന്ന ആളുകളും അൺകോൺഷ്യസ് ആയിട്ട് ബെഡ്രിഡനായിട്ട് കിടക്കുന്ന ആളുകളുടെയൊക്കെ അടുത്ത് നമ്മൾ പോയി ഓരോ കാര്യങ്ങൾ പറയരുന്നത് അതുകൊണ്ടാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which laboratory finding is associated with HELLP syndrome? Options: elevated blood glucose, elevated platelet count, elevated creatinine clearance, elevated hepatic enzyme. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഇലവേറ്റഡ് ഹെപ്പറ്റിക് എൻസൈം ആണ്. HELLP സിൻഡ്രം സാധാരണ പ്രിയക്ലാംസിയയിൽ കാണുന്നതാണ്. പ്രിയക്ലാംസിയ എന്ന് പറയുമ്പോൾ ഒരു പ്രഗ്നൻസി കണ്ടീഷനിൽ 5-8% പ്രഗ്നൻസി കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പ്രിയക്ലാംസിയ. പ്രിയക്ലാംസിയയിൽ സിവിയർ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും പേഷ്യൻസിന്. ഇവിടെ HELLP സിൻഡ്രോം അതിൻ്റെ കൂടെ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. 1% ലെസ് ദാൻ 1% പ്രഗ്നൻസിയിലാണ് HELLP സിൻഡ്രോം ഉണ്ടാകുന്നത്. HELLP സിൻഡ്രത്തിന് നമുക്ക് ഫുൾ ഫോം ആയിട്ട് ഹീമോലൈസിസ്, ഇലവേറ്റഡ് ലിവർ എൻസൈം, ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ HELLP സിൻഡ്രത്തിൽ ഉണ്ടാകുന്നത് ഹീമോലൈസിസ്. ഹീമോലൈസിസ് എന്ന് പറയുമ്പോൾ ബ്രേക്ക് ഡൗൺ ഓഫ് RBC, റെഡ് ബ്ലഡ് സെൽസിൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് ഹീമോലൈസിസ്. അങ്ങനെയുള്ള കണ്ടീഷനിൽ പേഷ്യൻറ്റിന് അനീമിയ ഉണ്ടാവും. അപ്പോൾ ഹീമോലൈസിസ്, ഇലവേറ്റഡ് ലിവർ എൻസൈം ഏതൊക്കെയാണ്? SGOT, SGPT അതൊക്കെ ഹൈ ആവും. അതുപോലെ ലോ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞു പോകും. ബ്ലീഡിങ് ചാൻസ് ഉണ്ട്, അനീമിയ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രിയക്ലാംസിയ 5-8% പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നു. അതിൽ തന്നെ 1% ആളുകളിലാണ് HELLP സിൻഡ്രോം ഉണ്ടാകുന്നത്. സോ HELLP സിൻഡ്രോം, ഹീമോലൈസിസ്, ഇലവേറ്റഡ് ലിവർ എൻസൈം, ലോ പ്ലേറ്റ്ലെറ്റ്. ഇനി നമുക്ക് ഒരു പ്രീവിയസ് JPHN ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാഷർമാൻസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് സീനി. കറക്റ്റ് ആൻസർ കോളറയാണ്. കോളറയിലാണ് വാഷർമാൻസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് കാണുന്നത്. നമ്മളിവിടെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വാഷർമാൻസ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് സീൻ ഇൻ കോളറ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് മംസ് പാരാമിക്സോവൈറസ്. പാരാമിക്സോവൈറസ് ആണ് കോസേറ്റീവ് ഏജന്റ് ഓഫ് മംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹോർമോൺ വിച്ച് കൺട്രോൾസ് ദ കാൽസ്യം മെറ്റബോളിസം. കറക്റ്റ് ആൻസർ പാരാത്തോർമോൺ. ദ ഹോർമോൺ വിച്ച് കൺട്രോൾസ് ദ കാൽസ്യം മെറ്റബോളിസം, പാരാത്തോർമോൺ. കാൽസ്യം മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ആണ് പാരാത്തോർമോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an unconscious way of forgetting is. Correct answer repression. An unconscious way of forgetting is repression. Color of meconium is. Correct answer dark green. Color of
meconium is dark green. Next question, eruption of teeth begins at. Correct answer 6 months. 6 monthsലാണ് teeth eruption ചെയ്യുന്നത്. teeth start ചെയ്യുന്നത്, teeth വളരാൻ തുടങ്ങുന്ന മാസമാണ് 6 മാസത്തിലാണ് teeth വളരാൻ തുടങ്ങുന്നത്. Typhoid fever is also known as. Typhoid fever is also known as. Correct answer enteric fever. Typhoid fever ന്റെ മറ്റൊരു പേരാണ് enteric fever. Next question, excessive watery discharge from the nose is. Correct answer rhinitis. Excessive watery discharge from the nose is rhinitis. Next question, absence of menstrual period. Correct answer amenorrhea. Amenorrhea is the absence of menstrual period. Next question, pelvic sign of pregnancy is. Correct answer is Haggard sign. Haggard sign is the pelvic sign of pregnancy. Next question, normal chest circumference at birth is. Correct answer 31 to 33 centimeter. Normal chest circumference at birth is 31 to 33 centimeter. Next question, social smile achieved by the infant at. Correct answer is 2 months. Social smile achieved by the infant at 2 months. Next question, involuntary passage of stool in children. Correct answer engopresis. Engopresis is the involuntary passage of stool in children. Stool തനിയെ പോകുന്നതാണ് engopresis. Enuresis എന്ന് പറയുമ്പോൾ യൂറിൻ തനിയെ പോകുന്നു. Involuntary passage of urine ആണ് enuresis. Next question, endometrium during pregnancy is termed as decidua. Decidua ആണ് endometrium during pregnancy നമ്മൾ വിളിക്കുന്നത് decidua എന്ന പേരാണ്. Endometrium during pregnancy is termed as decidua. Next question, a week before and after the menstruation is considered as. Correct answer safe period. A week before and after the menstruation is considered as safe period. Next question, visible retraction ring is called. Correct answer is Bandl's ring. Visible retraction ring is called Bandl's ring. Next question, serophthalmia is caused by deficiency of. Correct answer is vitamin A. Serophthalmia is caused by deficiency of vitamin A. Micronutrients include. Micronutrients പെട്ടത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. മിനറൽസ് മൈക്രോന്യൂട്രിയൻസിൽ ഉൾപ്പെട്ടതാണ്. അപ്പൊ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് വായിക്കുന്നത്. Micronutrients include minerals. Pellagra is due to the deficiency of. Pellagra ഏത് ഡെഫിഷ്യൻസി മൂലമാണ് ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ നിയാസിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന അസുഖമാണ് പെല്ലഗ്ര. A person with a body mass index 18.5 to 25 belongs to the category of. Correct answer normal weight ആണ്. Person with body mass index 18.5 to 25 belongs to the category of normal weight. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ അത് കിട്ടും. Which of the following is an example for food adulteration? Correct answer is mixing of papaya seeds with pepper. Food adulteration example ആണ് mixing of papaya seeds with pepper. Next question, smallest bone situated in the middle ear is. Smallest bone middle ear ലുള്ള smallest bone ആണ് ഏതാണ്? Correct answer stapes ആണ്. Stapes, malleus, ingus ഒക്കെയാണ് ബോൺ ഉള്ളത്. അവിടുത്തെ ഏറ്റവും ചെറുത് stapes ആണ്. Next question, inflammation of the gum is called. Correct answer gingivitis ആണ്. Gingivitis ആണ് inflammation of the gum. Next question, total number of canines in human oral cavity. Correct answer 4 ആണ്. Total number of canines in human oral cavity 4. Next question, outer layer of the heart wall is. Correct answer pericardium. Pericardium ആണ് outer layer of the heart wall. Next question, type of mosquito transmitting malaria. Malaria transmit ചെയ്യുന്ന mosquito. Correct answer Anopheles mosquitoes ആണ്. Female Anopheles mosquitoes ആണ് malaria transmit ചെയ്യുന്നത്. Next question, instrument used to calculate the amount of bleaching powder for disinfection of well. Correct answer Horrocks apparatus. Horrocks apparatus ആണ് instrument used to calculate the amount of bleaching powder for disinfection of well. Next question, hormone secreted by posterior pituitary gland. Correct answer oxytocin. Oxytocin ആണ് hormone secreted by posterior pituitary gland. Oxytocin.
ബാക്കിയുള്ളതൊക്കെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ, പ്രൊലാക്റ്റിൻ, ഗ്രോത്ത് ഹോർമോൺ ഇതൊക്കെ ആന്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെപ്റ്റിക് ടാങ്ക് ആൻഡ് സോഴ്സ് ഓഫ് വാട്ടർ. കറക്റ്റ് ആൻസർ ഈസ് 15 meters. 15 meters ആണ്, അല്ലെങ്കിൽ 50 feet ആണ്. 15 meters or 50 feet. That is the minimum distance between septic tank and the source of water. Next question, the ability to understand self is termed as. Correct answer is insight. Insight is the ability to understand self. That is insight. Next question, defense mechanisms in which unacceptable desires are redirected into socially desirable channels. Correct answer is sublimation. Sublimation is the correct answer. That is the defense mechanism in which unacceptable desires are redirected into socially desirable channels. False fixed belief that cannot be corrected by reasoning is called. Correct answer is delusion. False fixed belief ആണ്. ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സയൻസ് ഡീലിംഗ് വിത്ത് ഏജിംഗ് പ്രോസസ്. ജെറാണ്ടോളജി. ജെറാണ്ടോളജി ആണ് സയൻസ് ഡീലിംഗ് വിത്ത് ഏജിംഗ് പ്രോസസ്. Next question, the term for fear of height. Acrophobia, fear of height. Agoraphobia, fear of being in open place. Open place fear. Arachnophobia, fear of spiders. Algophobia, fear of pain.